അരനൂറ്റാണ്ട് മുമ്പ് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച സൈനികന് ജന്മനാട്ടിൽ സൈന്യമൊരുക്കിയ സ്മാരകം സ്മൃതി ദിനത്തിൽ സമർപ്പിച്ചു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുക്കവേ കാശ്മീരിൽ വീരമൃത്യു വരിച്ച യുവസൈനികൻ ജാട്ട് റെജിമെന്റ് സെക്കൻഡ് ലഫ്റ്റനന്റ് കരുനാഗപ്പള്ളി സ്വദേശി രാധാമോഹൻ നരേഷിന് കൊല്ലം ആശ്രാമം മൈതാനത്തിന് സമീപമാണ് സ്മാരകം ഉയർന്നത്. ഡിസംബറിലാണ് കാശ്മീരിലെ താവി നദിക്കരയിൽ പാക് സൈന്യത്തിന്റെ ആക്രമണമുണ്ടാകുന്നത്. യുദ്ധം തുടങ്ങിയപ്പോൾ ജാട്ട് റെജിമെന്റിൽ രാധാമോഹൻ നരേഷ് അംഗമായിട്ട് ഒരാഴ്ച മാത്രം. തന്റെ 21ാം വയസ്സിലായിരുന്നു രാജ്യത്തിനു വേണ്ടി ധീര സൈനികന്റെ വീരമൃത്യു. അരനൂറ്റാണ്ടിനിപ്പുറം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലാണ് സൈന്യം സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. സെക്കൻഡ് ലഫ്റ്റനന്റ് രാധാമോഹൻ നരേഷിന്റെ സൈനിക സേവന വിവരങ്ങളും സ്മാരകത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ രാധാമോഹൻ നരേഷിന്റെ സഹോദരങ്ങളായ ഗോപി മോഹൻ നരേഷ്, ശ്രീകല റാണി എസ്, പ്രവീൺ നരേഷ് എന്നിവർ സ്മാരകം സമർപ്പിച്ചു. പാങ്ങോട് സൈനിക സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലിൽ എം പി, ജാട്ട് റെജിമെന്റിനെ പ്രതിനിധീകരിച്ച് നായിക് സുബേദാർ കിഷോർ, കര, നാവിക, വ്യോമസേനാംഗങ്ങൾ തുടങ്ങി വിമുക്ത ഭടന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. കഴക്കൂട്ടം സൈനിക സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ ആദ്യ സൈനികനാണ് രാധാമോഹൻ നരേഷ്. സൈനിക സ്കൂളിൽ നിന്ന് മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിന്റെ പേരിൽ പുരസ്കാരവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനം, കൊല്ലം.